ഹായ്, ഞാൻ ദീപ. ഇന്ന് ഞാൻ ക്യാൻഡിൽ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഞാൻ 2 ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സെൻറ്റഡ് ക്യാൻഡിലാണ്. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതിൻ്റെ മേക്കിംഗ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ചെയ്യാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇതിനൊരു കണക്കും കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു കണക്കും കാര്യമൊക്കെ തപ്പി കുറേ നാളായിട്ട് നടക്കുമായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിന് മേലെയായി. അപ്പോൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറയാം. ആദ്യം ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. അതായത് ഇത് ഞാനിപ്പം പാരഫിൻ വാക്സ് അത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ക്യാൻഡിൽ മേക്കിംഗ്, സോപ്പ് മേക്കിങ്ങിൻ്റെയൊക്കെ കടകൾ കാണും. നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് കടകൾ കാണും. ഞാനിവിടെ ചാലയിൽ ഹസീന കെമിക്കൽസ് എന്ന് പറയുന്ന അവിടെയാണ് പോയിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. ചാലയിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഒന്ന് പാരഫിൻ വാക്സ് വാങ്ങിച്ചു. അതിൻ്റെ റേറ്റ് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതാണ്ട് 1.5 വർഷം മുന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോഴാണ് ശരിക്കും പരീക്ഷിച്ച് നോക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതെനിക്ക് തോന്നുന്നു ഒരു കുപ്പിക്ക് 120 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1.5 വർഷം മുന്നേ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന സമയത്ത് ഞാൻ ഈ ചെറിയ നൂല് പോലുള്ള ട്വൈൻ നൂല് പോലുള്ള വാക്സ് കോട്ട് ചെയ്തിട്ടുള്ള നൂലാണ് എനിക്ക് അന്നേരം ഈ വിക്കിന് വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അന്നേരം അത് ശരിയായില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ചപ്പം ഈ അടിയിലൊരു മെറ്റൽ സ്ട്രിപ്പുള്ള വിക്ക് എന്ന് പറഞ്ഞ് തന്നെ കിട്ടി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് തന്നെ നമ്മുടെ ഈ കണ്ടെയ്നറുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ കട്ടി കൂടി വരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ എനിക്കിവിടെ അവൈലബിൾ ആയില്ല. ഒറ്റ സൈസിലുള്ള സാധനമേ എനിക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ കളറ് നമുക്ക് മൈക്ക പൊടിയാണ് കിട്ടുന്നത്. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് ഇതിൻ്റെ ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണെങ്കിലും ഗ്ലാസിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ചാലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു കുപ്പിക്ക് 25 രൂപയോ അങ്ങനെ അങ്ങാണ്ടാണ്. ഇത് 150 ഗ്രാം കപ്പാസിറ്റി വരുന്ന ഒരു കുപ്പിയാണ്. ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അടപ്പൊക്കെ ഉള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ അച്ചാറിനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് ക്യാൻഡിൽ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചാൽ. അപ്പോൾ ഒരെണ്ണത്തിന് 25 വെച്ച് അങ്ങനെ 10 എണ്ണം അങ്ങോട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ചെറിയ നമ്മൾ വൈൻ ഗ്ലാസ് പോലത്തെ ചെറുതുണ്ട്, അതിന് പിന്നെയും റേറ്റ് കൂടുതലാണ്. 30-33 രൂപയൊക്കെ വരും ചെറുത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയേച്ച് വരാം. അപ്പോൾ ഇനി ക്യാൻഡിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ കണ്ടെയ്നർ ക്യാൻഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ വേണം. അത് നമുക്ക് മെറ്റലിൻ്റെയോ ഗ്ലാസിൻ്റെയോ എടുക്കാം. പിന്നെ ഉള്ളത് ഞാൻ എസൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാൻഡൽവുഡിൻ്റെയാണ്. ഈ ഒരു ഒറ്റ കുപ്പിക്ക് 120 രൂപയാണ്. ഒരു 1.5 വർഷം മുന്നത്തെ കാര്യമാണ്. പിന്നെ ഉള്ളത് പാരഫിൻ വാക്സ്. ഇതിങ്ങനെ ഗ്രാനുവൽസ് ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മെഴുകുതിരി എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ കിച്ചൺ സ്കെയിൽ വേണം. നമുക്ക് എങ്ങനെയായാലും അളന്ന് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അളവിന് ഒരു കണക്കുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു കുപ്പി എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ, അതായത് എത്ര ലെവൽ വരെ നമുക്ക് മെഴുക് വേണം എന്നുള്ളത് വെള്ളം ഒഴിച്ച് നോക്കുക. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് 175 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ആ 175 ഗ്രാമിൻ്റെ ഇൻറ്റു 0.86 ചെയ്ത് കഴിയുമ്പോൾ എത്ര ഗ്രാം പാരഫിൻ വാക്സ് എടുക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 175 ഗ്രാം വെള്ളം ഉണ്ടായിരുന്നതിൽ നിന്നാണ് ഞാൻ ഇൻറ്റു 0.86 കൊടുത്തപ്പോൾ 150 ഗ്രാം പാരഫിൻ വാക്സ് വേണമെന്ന് മനസ്സിലായി. ഇനി ഈ 150 ഗ്രാമിൻ്റെ ഒരു 10% നമ്മൾ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു 150 ഗ്രാമിൻ്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 13 ഗ്രാം എസൻഷ്യൽ ഓയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 150-ൽ നിന്ന് ആ 13 ഗ്രാം അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ 136 ഗ്രാം വാക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ അളന്ന് ഞാനൊരു 272, അതായത് 136 × 2 272 ഗ്രാം വാക്സ്, പാരഫിൻ വാക്സ് ആണ് ഞാനിപ്പം
മെൽറ്റ് ചെയ്യുന്നത് നമ്മൾ ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ വിക്ക് ഉണ്ടല്ലോ, ഈ വിക്ക് എന്ന് പറയുന്നത് ഞാൻ ഒരു പാക്കറ്റ്, എനിക്ക് തോന്നുന്നു 50 എണ്ണം ഉള്ളൊരു പാക്കറ്റിന് 75 രൂപയും കണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും വേറെ വീഡിയോസിലൊക്കെ കണ്ടേക്കുന്നത് നമ്മൾ മറ്റേ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ആ വാക്സ് എന്തായാലും ഉരുകി പിടിക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ വാക്സിൽ തന്നെ, ഉരുകുന്ന വാക്സിൽ തന്നെ ഒന്ന് മുക്കിയേച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുവാണ്. അതായത് അതങ്ങോട്ട് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെൽറ്റാക്കി എടുക്കണം. മെൽറ്റാക്കി വരേണ്ട ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 75-80 ഡിഗ്രി വരെയാണ് നമുക്ക് ഈ വാക്സ് മെൽറ്റ് ആക്കുന്നത്. വാക്സ് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, മെൽറ്റ് ആവണം. ഒരു 80 ഡിഗ്രി വരെ നമുക്ക് അത് ചൂടാക്കി കൊണ്ടുവരണം. ഇനി ഇത് തിരിച്ച് തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടെയ്നർ ഹോട്ട് ഗൺ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ചൂടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഴുകു ഒഴിക്കുമ്പോൾ ഈ സൈഡെല്ലാം പെട്ടെന്ന് തണുക്കും. എന്നിട്ട് നടുക്കത്തെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒരു അൺഈവനായിട്ടുള്ളൊരു മെഴുക് തിരിയായിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കണ്ടെയ്നറാണോ എടുക്കുന്നത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചൂടാക്കി. അപ്പം 80 ഡിഗ്രി വരെ ചൂടായ വാക്സ്, മെൽറ്റ് ചെയ്ത വാക്സ് ഒരു 68 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 70-68 ഡിഗ്രി എത്തുമ്പോഴാണ് നമ്മൾ അതിനകത്ത് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 13 ഗ്രാമാണ് ആഡ് ചെയ്യേണ്ടത് എങ്കിലും ഞാൻ എൻ്റെ പകുതി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് മറ്റേ നമ്മുടെ മരുന്ന് കുപ്പിയുടെ ആ ഒരു അളവ് വെച്ചിട്ടാണ് ഒരു 13 ഗ്രാം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തത്. എന്നിട്ടത് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 65 ഡിഗ്രി ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് ശരിക്കും ഒഴിക്കേണ്ടത്, കുപ്പിയിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പം ഒത്തിരി താമസിച്ചു പോയി. ഞാൻ ഒഴിക്കുന്ന സമയത്ത് അത് ഏതാണ്ട് സോളിഡ് ആവുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ആ പാത്രം സൈഡ് കണ്ടാൽ അറിയാം. അപ്പോൾ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. ശരിക്കും 65 ഡിഗ്രി ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് ഒഴിക്കേണ്ടത്. ഇനി ഒഴിച്ച് വെച്ച് ആ തിരി അങ്ങനെ തെക്ക് വടക്ക് പോകാതെ നേരെ ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ കമ്പ് വെച്ചിട്ട് അതൊന്ന് തിരി ഒന്ന് നേരെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അത് അനക്കാതെ വയ്ക്കുക. ഒരു 2-3 മണിക്കൂറിനകത്ത് അത് കട്ടിയായി വരും. ഇത് പിറ്റേന്നത്തെയാണ്. അപ്പോൾ ആ ഒരു കുഴിവ് കണ്ടോ, ഈ കുഴിവായിരിക്കത്തില്ല, നമ്മൾ സൈഡ് ചൂടാക്കിയില്ലെങ്കിൽ ഈ കുഴിവായിരിക്കത്തില്ല, ഭയങ്കരമായ കുഴിവായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് ചൂടാക്കുന്നത്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ വന്നതും ശരിയായില്ല, കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു, അതായത് പിറ്റേന്ന് രാവിലെയാണ്, ഈ ഒരു സമയത്ത് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് മുകളിൽ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മെഴുകുരുകി ഈവനായിട്ട് വന്നോളും. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തിരി മുകളിൽ അത്യാവശ്യം വേണ്ടത്രയും രീതിയിൽ മുറിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാൻഡിൽ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. അല്ല ചെറിയൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കൊടുത്തു നോക്കുക. ഈ റിട്ടേൺ ഗിഫ്റ്റായിട്ടൊക്കെയാണ് കൂടുതലും ഇതുപോലത്തെ ക്യാൻഡിൽസ്, അതായത് കണ്ടെയ്നർ ക്യാൻഡിൽസ് എന്ന് പറയും, ഇത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു ഒത്തിരി വലിപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടണലിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവം വരും. അപ്പോൾ അത് എന്താ ഓർക്കേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് ഇതുപോലത്തെ മെഴുകുതിരി കത്തിക്കുമ്പോൾ ഒരു ലെവൽ വരെ കത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഇത് കെടുത്താവുള്ളൂ. അല്ലാതെ ചുമ്മാ ഒന്ന് കത്തിച്ച് പെട്ടെന്ന് ഓഫാക്കി കഴിഞ്ഞാൽ, പെട്ടെന്ന് അണച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കുഴി പോലെ വരും. അപ്പോൾ ഇത് കത്തിക്കേണ്ട ഒരു രീതിയുണ്ട്. കത്തിച്ച് എത്രയോ സമയം കഴിയുമ്പം ഒരു ലെവലിൽ ഫുള്ള് മെഴുകുരുകും. അങ്ങനെ ഉരുകി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഊതാവുള്ളൂ. ഇനി ഊതിക്കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ആ ഒരു തിരി ഇത്ര ഇതായിട്ട് മുകളിലോട്ട് നിൽക്കണം, ബാക്കിയുള്ളത് നമ്മൾ വെട്ടിക്കളയണം. അപ്പോൾ അതിൻ്റേതായ രീതി നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് തീരുന്നവരെ നമുക്കിത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കുഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ തിരി കത്താതെ വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിന് അതിൻ്റേതായ രീതിയുണ്ട്, അതനുസരിച്ച് തന്നെ ഇത് ചെയ്യണം. പിന്നെ അതിനുശേഷം ഇത് അടച്ചു വയ്ക്കുക. നല്ല മണമാണ്.
അപ്പോൾ പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കളറൊക്കെ ചേർക്കാം. അല്ലാതെ നമ്മുടെ സിലിക്കണിൻ്റെ എന്താണ് മെഴുകുതിരി ഉണ്ടാക്കുന്ന മോൾഡൊക്കെ കിട്ടും, അതൊക്കെ വെച്ച് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു സിമ്പിൾ രീതിയിൽ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് ഉരുക്കുന്നതിൻ്റെ ഒരു ടെമ്പറേച്ചർ, അതുപോലെ ഫ്രാഗ്രൻസ് ഇടുന്നതിൻ്റെ ടെമ്പറേച്ചർ, അതെല്ലാം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ദീപ തെരേസ എന്നാണ് എൻ്റെ ID. അപ്പോൾ അത് ടാഗ് ചെയ്തിട്ട് നിങ്ങളൊരു ഫോട്ടോ ഇട്ടാൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. അടുത്ത വീഡിയോ നമുക്ക്